ജനമനസ്സുകളിൽ ഉമ്മൻചാണ്ടിക്ക് മരണമില്ല. ഇന്നലെ രാത്രിയിലും പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ കബറിടത്തിൽ തിരിനാളങ്ങളും പുഷ്പചക്രങ്ങളും കൂപ്പുകരങ്ങളുമായി ആളൊഴുക്കുണ്ടായിരുന്നു. അവരിൽ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമായിരുന്നില്ല. ആ മനുഷ്യസ്നേഹിയിൽ നിന്ന് കയ്യും മനവും നിറയെ സഹായങ്ങൾ ലഭിച്ച അനേകരുണ്ടായിരുന്നു. കിടപ്പാടം വാങ്ങാനും വീട് വയ്ക്കാനും ചികിത്സിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഉമ്മൻചാണ്ടി നിമിത്തമായ പാവങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായി പലരുമുണ്ടായിരുന്നു. അരനൂറ്റാണ്ട് പുതുപ്പള്ളിയുടെ വിലാസമായിരുന്നു. ജനങ്ങൾക്ക് നടുവിൽ ശിരസ്സുയർത്തി നിലകൊണ്ട കരോട്ടുവള്ളക്കാലിൽ ഉമ്മൻചാണ്ടി MLA പദവിയിൽ നിന്ന് മുഖ്യമന്ത്രി പദവിയിലും കോൺഗ്രസിന്റെ ദേശീയ നേതൃപദവിയിലും എത്തിയപ്പോഴൊക്കെ ആൾക്കൂട്ടത്തിനും അനുയായികൾക്കും നടുവിലായിരുന്നു ജീവിതം. ചെറിയവരെ വലിയവനായി കാണാനുള്ള വിശാല മനസ്സും വിഷമിക്കുന്നവരെ ആളറിഞ്ഞ് സഹായിക്കാനുള്ള നിസ്വാർത്ഥതയും ആവലാതികളുമായി വരുന്നവർ രാഷ്ട്രീയ എതിരാളികളായാലും അവരോട് സഹവർത്തിത്വം കാണിക്കാനുള്ള മനസ്സിന്റെ തുറവിയും അപാരമായിരുന്നു. ഒരാളുടെ മരണം കാലത്തെയും ലോകത്തെയും അടയാളപ്പെടുത്തുമെന്നത് എത്രയോ ശരി. 2 വർഷം മുൻപ് ഖദറുടുപ്പിന് മുകളിൽ കോൺഗ്രസ് കൊടിയിലെ കൈപ്പത്തി നെഞ്ചോട് ചേർത്ത് നിശ്ചലനായി കിടന്ന ആരാധ്യ നേതാവ്. ആ ഭൗതിക ശരീരം അനന്തപുരിയിൽ നിന്ന് കോട്ടയം വരെ എത്തിക്കാൻ 2 പകൽ വേണ്ടി വന്നു. കോട്ടയത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്കുള്ള അന്ത്യയാത്രയിൽ റോഡ് നിറഞ്ഞു നടന്ന ജനാരവത്തിന് നടുവിലൂടെയാണ് ആ മഞ്ചൽ മെല്ലെ നീങ്ങിയത്. അതെ, ഉമ്മൻചാണ്ടി ഇന്നും ജീവിക്കുന്നു അനേകരുടെ ഓർമ്മത്താളുകളിൽ.